ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് ആവിയിലൊക്കെ വേവിച്ചെടുത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. ഇത് റവ വെച്ചുണ്ടാക്കുന്നതാണ്, റവയും പഴവുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത മീഡിയം വലുപ്പത്തിലുള്ള 2 ഏത്തപ്പഴം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ സമയം ഒരു പാനിലേക്ക് 1-2 3 ടീസ്പൂൺ വരെ ചേർക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കുറച്ച് തേങ്ങ ചെറുതായി അരിഞ്ഞതും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ചേർക്കാം. ഞാനിപ്പോൾ ഇച്ചിരി കിസ്മിസ് ചേർത്തിട്ടുണ്ട്. കൂടുതൽ കുറച്ച് തേങ്ങ കനം കുറച്ച് അരിഞ്ഞതും പിന്നെ കുറച്ച് കശുവണ്ടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴത്തിന് പകരം നമ്മുടെ വീട്ടിലുള്ള ഏത് പഴം വേണമെങ്കിലും ഇതിൽ ചേർക്കാം കേട്ടോ. എന്തിനും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പഴം ചേർത്താൽ മതിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് ഈ അരച്ച പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം തീയൊക്കെ വളരെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം പഴമാണ്, പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് നമ്മൾ നല്ല പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അവിടെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരുമ്പം ഒരു നല്ല മണമൊക്കെ വരും. ആ സമയം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് വെന്ത് ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ചുകൂടെ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നെയ്യ് ചേർക്കാൻ അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതി. ഞാനിതിപ്പോൾ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഇതുമായിട്ട് യോജിച്ച് വരും കേട്ടോ. ഇതിപ്പം കണ്ടില്ലേ, പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടുതൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ചുകൊണ്ടാണ് ഈ വൈറ്റ് കളർ കേട്ടോ. കൂടുതൽ 1 നുള്ളു ഉപ്പും ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര ചേർക്കാം. അല്ല ശർക്കരയാണ് ഇഷ്ടമെങ്കിൽ ശർക്കര, അല്ലെങ്കിൽ നമ്മുടെ പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ചക്കരയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് ശർക്കര പാനി അരിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിൽ 250 ഗ്രാം ശർക്കരയുണ്ട് കേട്ടോ. ഈ ശർക്കരയിൽ കിടന്ന് നമ്മുടെ പഴമൊക്കെ ഒന്ന് തിളച്ചൊന്ന് വരണ്ട് വരട്ടെ. അതുവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റവയാണ് കേട്ടോ. ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ റവയാണ്, റോസ്റ്റഡ് റവയാണ്. ഇത് റോസ്റ്റ് ചെയ്തതോ അല്ലാത്തതാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ശർക്കരപ്പാനിയുടെ അല്ലെങ്കിൽ പഴത്തിൻ്റെ ആ ജലാംശം കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടിക്കോളും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് യോജിച്ച് ഒരു ഡോ ആയിട്ട് റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ ഇതിൽ വെള്ളം വറ്റും കേട്ടോ. റവയെല്ലാം സോക്ക് ചെയ്ത് പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വാഴയിലാക്കിയിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കണം. അന്നേരം ഉള്ളിത് പൂർണ്ണമായിട്ട് വേവത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതൊരു അര വേവേ ആയിട്ടുള്ളൂ റവ. അപ്പോൾ ഇതിലേക്ക് ഈ നട്ട്സ് കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അടച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് കുറച്ച് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് അടച്ച് വയ്ക്കുക. അപ്പം നട്ട്സ് ചേർത്ത് എല്ലായിടത്തും നട്ട്സ് ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇത് ഉരുട്ടണ്ടേ, അതിൽ ഷേപ്പാക്കി എടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാനായിട്ട് ഒന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഷേപ്സ് ആക്കി എടുക്കാം കേട്ടോ. എന്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ വാഴയിലൊക്കെ നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന നാടൻ പലഹാരങ്ങൾക്ക് നല്ല ടേസ്റ്റ് അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള പലഹാരങ്ങളാണ് കേട്ടോ. ഇലയുടെയും അല്ലെങ്കിൽ നമ്മുടെ ചക്കയുടെ സീസണിൽ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ചക്കയപ്പത്തിൻ്റെയൊക്കെ പോലത്തെ ഒരു ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വാട്ടിയ ഇലയിലേക്ക് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഞാനിപ്പോൾ ഇതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അതിനകത്ത് വെച്ച് മടക്കി അങ്ങ് എടുക്കുകയാണ്. കാരണം ഞാൻ ചെറിയ ചെറിയ പീസസാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അട പോലെ പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ട്രയാങ്കിളായിട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഇഷ്ടമുള്ള പോലെ ഈ വാഴയിലെല്ലാം ഇത് റെഡിയാക്കി എടുക്കാം. എനിക്കൊരു 12-13 പീസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരളവിൽ. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇതിനകത്തേക്ക് വെച്ച് നമുക്ക് കൊടുക്കാം. ഇതിങ്ങനെ എല്ലാം തന്നെ ഇങ്ങനെ ഷേപ്സ് ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ഇലയൊന്ന് മടക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം.
ഇതിപ്പം ആവിയെല്ലാം കയറി റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു 20 മിനിറ്റ് ആവി കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല ടേസ്റ്റിയും നല്ല മണവും അതുപോലെ ഗുണങ്ങളുമുള്ള നല്ല ഒരു നാടൻ പലഹാരമാണ്. അതും വളരെ ഹെൽത്തി ആയിട്ടൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും അറിയിക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയറും ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ കാണാം.